നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണമേ. മർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഫരീസയരും ജെറൂസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി. അവന്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരീസയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്തു നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരീസയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത്? അവൻ പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യേശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. അവൻ തുടർന്നു, നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവം ദൈവകൽപ്പന അവഗണിക്കുന്നു. എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്ന് മോശ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുവൻ തന്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് ഖുർബാൻ, അതായത് വഴിപാട് ആണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു. പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങൾ അവനെ ഒരിക്കലും അനുവദിക്കുന്നുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവവചനം നിങ്ങൾ നിരർത്ഥകമാക്കുന്നു. ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു. കർത്താവിന്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി മാസം 10-ാം തീയതി തിങ്കളാഴ്ച ഈ രാത്രിയിൽ ഈശോയുടെ ചുറ്റും നമ്മൾ ഇരിക്കുമ്പോൾ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിലുള്ള ആത്മീയത എന്നാണ്. ഇവിടെ ഒരു തർക്കം നടക്കുകയാണ്. പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്ന ഫരീസയർ, നിയമത്തെ മുറുകെ പിടിക്കുന്ന നിയമജ്ഞർ. അവർക്ക് ഈശോ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഈശോയുടെ കൂടെയുള്ള വലിയ പഠിപ്പും പാരമ്പര്യങ്ങളെക്കുറിച്ചോ നിയമത്തെക്കുറിച്ചോ വലിയ അറിവൊന്നുമില്ലാത്ത ശിഷ്യന്മാര് അവർ കൈകഴുകാതെ ഭക്ഷണം കഴിക്കുന്നതൊക്കെ കാണുമ്പോൾ ഈ നിയമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് ദേഷ്യം വരുന്നു, ഇഷ്ടപ്പെടുന്നില്ല. അവർ ആഗ്രഹിക്കുന്നത് ഒരു പാരമ്പര്യവും തെറ്റിക്കരുത്. അവർ ശരിയെന്ന് കരുതുന്ന അവർ തന്നെ ഉണ്ടാക്കിയ ചില നിയമങ്ങളൊന്നും തെറ്റിക്കരുത്. അതാണ് ആത്മീയത എന്ന് ചിന്തിക്കുന്നു. അവർ അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്നു. പ്രദക്ഷിണത്തിന് കുരിശിത്തിരി പിറകിപ്പോയാൽ അവർക്ക് ദേഷ്യമാണ്.
മുമ്പിൽ ആദ്യം കുരിശ്, പിന്നെ അതിന് പിറകിൽ അത്, അതിന് പിറകിൽ മറ്റത്. ഇതിന്റെ ക്രമം തെറ്റിയാൽ ദേഷ്യപ്പെടുന്ന ആളുകളുണ്ട്, ഇല്ലേ? ആ ക്രമം തെറ്റാൻ പാടില്ല. പള്ളിയിലെ ചില ചടങ്ങുകൾ, തിരുനാളുകൾക്കൊക്കെ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കാണ് ക്രമം മുഴുവൻ അറിയാവുന്നത്. അവര് ക്രമം പഠിപ്പിക്കാൻ വരും. അച്ഛന്മാരെയും ക്രമം പഠിപ്പിക്കാൻ ചെല്ലും, നാട്ടുകാരെയും ക്രമം അപ്പോൾ ക്രമം പഠിപ്പിച്ച് നടക്കുന്ന ആള് അവര് വിചാരിക്കുന്നത് ഈ ക്രമമാണ്. അവര് പറയും, ഇത്രയും നാള് ഞങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെയായിരുന്നു, ഇനി ഇതിന് മാറ്റം വരുത്താൻ പറ്റില്ല. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഇത്രയും നാളും ഇങ്ങനെയായിരുന്നു, അതങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് വാശി പിടിക്കുന്ന ചില പാരമ്പര്യവാദികളുണ്ട്. ഈശോ അവരെ കുറിച്ച് പറയുകയാണ്, നിങ്ങൾ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് ദൂരെയാണ്. ഹല്ലേലൂയ. അപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ധ്യാനിക്കുന്നതിനല്ല നമ്മൾ ഈ വചനം പഠിക്കുന്നത്. എന്റെ ഹൃദയം എവിടെയാണ്? ഞാൻ അധരം കൊണ്ട് ഈശോയെ ബഹുമാനിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്, ഞാൻ കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്റെ ഹൃദയം ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ അന്വേഷിക്കുന്ന ഒരു ഹൃദയമാണോ? ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ എന്റെ ഹൃദയത്തെ ഈശോയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ടോ? ഈശോയുടെ ആഗ്രഹങ്ങളാണോ ഞാൻ നിവൃത്തിയാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. എന്റെ ഹൃദയത്തെ ഞാൻ ഈശോയുടെ ഹൃദയവുമായി ഐക്യപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മൾ വ്യാഴാഴ്ച ദിവസത്തെ ശുശ്രൂഷകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഈശോയുടെ ആഗ്രഹങ്ങൾ, എന്തൊക്കെയാണ് ഈശോയുടെ പദ്ധതികൾ. ആ ആഗ്രഹങ്ങൾ എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളായിട്ട് മാറണം. അങ്ങനെ മാറുമ്പോഴാണ് ഈശോയെന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ യേശുനാമത്തിലുള്ള പ്രാർത്ഥനയായിട്ട് മാറുന്നത് എന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ പരീശയരെ നോക്കി, നിയമജ്ഞരെ നോക്കി ഈശോ വിളിച്ചു, നിങ്ങൾ കപടനാട്യക്കാരാണ്. കാരണം നിങ്ങൾക്ക് പുറം മോടി ഓക്കെ ആണെങ്കിലും അകം മോടി ഓക്കെ അല്ല, ഉള്ളു പൊള്ളയാണ് എന്ന് അവരെ നോക്കി പറഞ്ഞു. പക്ഷെ നമ്മെ നോക്കി ഈശോയ്ക്ക് വേറൊരു തരത്തിൽ പറയാൻ പറ്റട്ടെ, നിങ്ങളുടെ അകം, നിങ്ങളുടെ ഉള്ള് ഓക്കെയാണ്. നിങ്ങൾ ആത്മാവിലും സത്യത്തിലും എന്നെ ആരാധിക്കുന്ന ഒരു ജനതയാണ്. കാരണം നിന്റെ ഉള്ളിലുള്ളത് എന്റെ ആഗ്രഹമാണ്, നിന്റെ ഹൃദയത്തിലുള്ളത് എന്റെ പദ്ധതികളാണ്, നിന്റെ മനസ്സിലുള്ളത് എന്റെ വികാരങ്ങളാണ്. അതുകൊണ്ട് നീ എനിക്ക് സ്വീകാര്യനാണ് എന്ന് കർത്താവിന് പറയാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ഹൃദയം രൂപപ്പെടട്ടെ എന്ന് ഈ രാത്രിയിൽ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് അനുതപിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ചിന്തകളിൽ കർത്താവിന്റെ നിയമങ്ങൾ, കർത്താവിന്റെ ആഗ്രഹങ്ങൾ എന്നതിനേക്കാൾ ചില പാരമ്പര്യങ്ങൾക്ക്, ചില നിയമങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അനുദപിക്കാം. ഈശോയെ, ഏറ്റവും വിലയുള്ളത് ഞങ്ങളുടെ പാരമ്പര്യങ്ങളല്ല, ഞങ്ങളുടെ ചിന്താരീതികളല്ല. ഏറ്റവും വിലയുള്ളത് ഈശോയെ നിന്റെ ഇഷ്ടങ്ങളാണ്. അതാണ് പൂർത്തീകരിക്കപ്പെടേണ്ടത്. ഞങ്ങളുടെ ഹൃദയത്തെ എന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അതിന് ഞങ്ങൾ പരാജയപ്പെട്ടു പോയ സമയങ്ങളെ ഓർത്ത് ഞങ്ങൾ ആത്മാർത്ഥമായി അത് അനുദപിക്കണം. ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ വന്നുപോയ എല്ലാ പരാജയങ്ങളെയും അങ്ങയുടെ മുൻപിൽ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ പാപമോചനത്തിന് വേണ്ടി യാചിക്കുന്നു. കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമുക്ക് പാപപരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ,
കർത്താവ് നമ്മുടെ മേൽ വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് ഹൃദയം തുറന്ന് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയേ, ഞാൻ കണ്ട കാഴ്ചകളെ ഓർത്ത്, എന്റെ കണ്ണിന് കാഴ്ചയുള്ളതിനെ ഓർത്ത് നന്ദി പറയുന്നു. എന്റെ കാതിന് കേൾവിയുള്ളതിനെ ഓർത്ത് നന്ദി പറയുന്നു. എന്റെ അതിരത്തിൽ ശബ്ദമുള്ളതിനെ ഓർത്ത് നന്ദി പറയുന്നു. കഴിച്ച ഭക്ഷണത്തെ ഓർത്ത് നന്ദി പറയുന്നു. കുടിച്ച ജലത്തെ ഓർത്ത് നന്ദി പറയുന്നു. ശ്വസിക്കുന്ന വായുവിനെ ഓർത്ത് നന്ദി പറയുന്നു. നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. നന്ദി, 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 നന്ദി. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധന. ധരിക്കുന്ന വസ്ത്രത്തെ ഓർത്ത്, സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ഓർത്ത്, കടന്നു പോകുന്ന വഴികളെ ഓർത്ത്, താമസിക്കുന്ന ഭവനത്തെ ഓർത്ത്, കുടുംബാംഗങ്ങളെ ഓർത്ത് ദൈവമക്കൾ നന്ദി പറയട്ടെ. സാമ്പത്തിക മേഖലകളെ ഓർത്ത്, ആത്മീയമായ അനുഭൂതികളെ ഓർത്ത് നന്ദി പറയട്ടെ. ആത്മീയമായ മാധുര്യത്തെ ഓർത്ത് നന്ദി പറയട്ടെ. ലഭിക്കുന്ന ഉൾക്കാഴ്ചകളെ ഓർത്ത് നന്ദി പറയട്ടെ. സ്വീകരിക്കുന്ന അഭിഷേകത്തെ ഓർത്ത് നന്ദി പറയട്ടെ. കർത്താവിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തന്നതിനെ ഓർത്ത് നന്ദി പറയട്ടെ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തരമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, വിടുതൽ നേടട്ടെ, അന്ധകാരം നീങ്ങട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് സ്തുതിക്കട്ടെ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നതിൽ താല്പര്യമുള്ളവനാണ്. ഈശോ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും, മുട്ടുമെന്ന് നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടും. ഈശോയുടെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ, അവിടുത്തെ നാമത്തിന്റെ യോഗ്യതകളിൽ നമ്മൾ ചോദിക്കുമ്പോൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നോട് എന്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ അത് നിങ്ങൾക്ക് നൽകപ്പെടും. നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ മക്കളുടെ നിയോഗങ്ങൾ, കുടുംബത്തിന്റെ നിയോഗങ്ങൾ, രോഗികൾക്ക് വേണ്ടി, പലതരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥികൾ, പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവര്, പരീക്ഷകൾ എഴുതുന്നവര്, എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. നമുക്ക് മുട്ടുകുത്താം. കർത്താവിന്റെ അനുഗ്രഹം നമ്മെ വലിയവരാക്കി മാറ്റുന്ന ഒരു അനുഗ്രഹമാണ്. കർത്താവിന്റെ അനുഗ്രഹം എന്നെ വലിയവനാക്കി എന്ന വചനത്തിന്റെ അഭിഷേകത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിച്ചാൽ, കർത്താവ് ഉയർത്തിയാൽ പിന്നെ ആർക്ക് നിന്നെ താഴ്ത്താൻ കഴിയില്ല. കർത്താവ് നിന്നെ കരം പിടിച്ചെടുത്തില്ല. നീ ഇനി തളർന്നു പോവുകയില്ല. ഒരാളും ദുഷ്ടൻ നിന്നെ അപഹരിക്കുകയില്ല. കാരണം കർത്താവ് നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. രാത്രിയിൽ നമുക്ക് വേണ്ടി, ലോകം മുഴുവന് വേണ്ടി, ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള സകല മനുഷ്യർക്ക് വേണ്ടി, പ്രപഞ്ചത്തിന് വേണ്ടി, സൃഷ്ടജാലങ്ങൾക്ക് മുഴുവനും വേണ്ടി നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഉച്ചത്തിൽ യേശുനാമം വിളിക്കാം.
സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ച് സമ്മാനം നൽകുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ ഫെബ്രുവരി മാസം 11-ാം തീയതിയാണ്. ലൂർദ് മാതാവിന്റെ തിരുനാൾ ദിവസമാണ്. അതുപോലെ അച്ഛന്റെ സന്യാസ വ്രത വാഗ്ദാനത്തിന്റെ സിൽവർ ജൂബിലിയുടെ ദിവസമാണ്. അച്ഛനു വേണ്ടിയും അച്ഛന്റെ കൂടെ വ്രത വാഗ്ദാനം നടത്തിയ മറ്റ് 7 പേർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു സമയം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.